വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, രാവിലെ നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ചുട്ടതിന് ശേഷം ബാക്കി വരുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആ ബാറ്റർ കൊണ്ട് എങ്ങനെയാണ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ റവ, ഇത് റോസ്റ്റഡ് റവയാട്ടോ, 1/4 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഇത് ദോശ ബാറ്റർ ആയതുകൊണ്ടാട്ടോ കുറച്ച് അഴവ്, അതുകൊണ്ടാണ് ഞാൻ റവയും അരിപ്പൊടിയും കുറച്ച് കൂടുതൽ ചേർത്തത്. ഇഡ്ഡലി ബാറ്റർ ആണെങ്കിൽ ഇത്രയും ആവശ്യമില്ല. അപ്പം നമുക്ക് അധികം തിക്കായിട്ടിരിക്കാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല കേട്ടോ. അതുപോലെ വേണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഏകദേശം ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാനൊരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. അതിനുശേഷം കൈ കൊണ്ട് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ വേകുന്നതിന് വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഒന്നിങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബോണ്ട നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് രണ്ടും കൊണ്ട് ഇതുണ്ടാക്കാം. അതുകൊണ്ട് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ വൈകിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ അവർക്കൊരു വ്യത്യാസമായിട്ടുള്ളൊരു സ്നാക്കും ആവും, ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ആദ്യമായാണ് നിങ്ങൾ ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.